എന്നതാണ് CPM-ന്റെ തീരുമാനം. അതനുസരിച്ച് തുടക്കം മുതൽ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത്, അതായത് ഇതിനകത്തുള്ളൊരു പ്രശ്നം സമാധി സ്ഥലവും ശിവക്ഷേത്രവും ഈ ഗോപൻ സ്വാമിയുടെ വീടും ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നേരത്തെ മാധ്യമപ്രവർത്തകരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരും അല്ലാത്ത മുഴുവൻ ആളുകളെയും പോലീസ് മാറ്റിയിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹൈന്ദവ സംഘടനയിൽപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ആ പരിസരത്ത് എത്തി. നേരത്തെ വിഷ്ണുപുരം ചന്ദ്രശേഖരൊക്കെ മാധ്യമപ്രവർത്തകരെ കണ്ടത് ഈ സമാധി സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ചാണ്. അതുകൊണ്ട് അവർ ഈ സമാധി സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നാട്ടുകാരായ പൊതുപ്രവർത്തകരായ ഞങ്ങളും ഈ സ്ഥലത്ത് നിൽക്കും എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതനുസരിച്ച് അവർ ഈ സമാധി സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ അവരെ പോലീസ് തടയുകയാണ്. ഇപ്പോൾ ഇവർ പ്രസാദ് സമാധി ഉടൻ പൊളിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പിന്നെ അവിടെ എന്താണ് തർക്കം? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സുജയ, ഇവിടെ ഇപ്പോൾ ഈ കല്ലറ പൊളിക്കണം എന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ തന്നെ രംഗത്ത് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ചു നേരത്തെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ചില ഹൈന്ദവ സംഘടനകൾ പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയതെങ്കിൽ ഈ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സംഘടിക്കുകയാണ്. എന്താണ് ചേട്ടാ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് ഇത് പൊളിച്ചത് എന്താണെന്ന് സത്യാവസ്ഥ അറിയണം. പൊളിച്ചറിഞ്ഞേ പറ്റൂ, ഇല്ല ഞങ്ങൾ പോകൂല. 1 മണിക്കൂർ ഇവിടെ ജാതി അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഈ പോലീസുകാർ കേട്ടോണ്ടിരുന്നു. അത് പറ്റൂല. നിയമപരമായ നടപടി സ്വീകരിച്ച് ഇത് പൊളിച്ചേ പറ്റൂ. ഞങ്ങള് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഞങ്ങളെ കൂടെ എല്ലാവരും ഉണ്ട്. വർഗീയ പ്രശ്നമല്ല. ഇത് നമുക്കൊരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ്. ഈ അച്ഛൻ എന്താണ് സംഭവിച്ചത് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. അറിയാതെ വിടൂല. ാണ് ഇവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന VSDPയുടെ ഒരാള് പച്ചയ്ക്ക് ഇവിടെ വർഗീയത പറഞ്ഞു. ഈ സബ് കളക്ടർ ഉണ്ടായിരുന്നു, ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, DSP ഉണ്ടായിരുന്നു, CA ഉണ്ടായിരുന്നു. നമ്മുടെ LCS എന്തിനെ പിടിച്ച് തള്ളി? ഞാനൊരു പൊതുപ്രവർത്തകനാണ്. നമ്മുടെ LCS എന്തിനെ പിടിച്ച് തള്ളി? തൊട്ടുവന്ന ഇതുവരെ സമാധിയാക്കിയാൽ മതിയല്ലോ. സമാധിയാക്കിയിട്ട് അങ്ങനെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാം. നിയമപരമായ കാര്യങ്ങൾ ചെയ്തേ പറ്റും. നമുക്കത് അറിയണം. ഞങ്ങൾക്ക് എന്തായാലും അറിയണം. അറിഞ്ഞേ പറ്റുള്ളൂ. അത് സെക്രട്ടറിയെ പിടിച്ചു തള്ളി പോലീസ്, അതും അറിയണം. പറഞ്ഞോളൂ. അല്ല, ഓർഡർ ഇട്ട കാര്യം ഇപ്പൊ എന്തുകൊണ്ട് 1 നിമിഷം കൊണ്ട് മാറി? രാഷ്ട്രീയ കളിയാണിത്. ഇപ്പോൾ പ്രദേശവാസികൾ സംഘടിക്കുകയാണ്. നേരത്തെ ചില ജാതി സംഘടനകളും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അത് പൊളിക്കരുത് എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, പോലീസ് അതിന്റെ നടപടി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സമാധി നടത്തിയ വഴിയുടെ തൊട്ടിപ്പുറമാണ്. ഒരു 100 മീറ്റർ ഇപ്പുറമാണ് മാറി നിൽക്കുന്നത്. ഈ ഭാഗത്ത് പൂർണ്ണമായി ഈ പ്രദേശവാസികൾ വന്നിട്ടുണ്ട്. പ്രദേശവാസികൾ ഇപ്പോൾ പൂർണ്ണമായും 2 വിഭാഗങ്ങളായിരിക്കുന്നു എന്നതാണ്. അതായത് ഇപ്പോൾ സമാധിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ കല്ലറ പൊളിക്കരുതെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളിൽ വലിയൊരു വിഭാഗം ഇവിടെ വന്ന് നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്നും കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് എന്ന കാര്യം അറിയാനുള്ള നിയമപരമായ ബാധ്യതയുണ്ടെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്തായാലും തൽക്കാലം കല്ലറ പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് തൽക്കാലം എത്തിയിരിക്കുന്നത്. കാരണം ഒരു ക്രമസമാധാന പ്രശ്നവുമായി മുന്നോട്ട് പോകാനാവില്ല എന്നാണ് സബ് കളക്ടർ പറഞ്ഞത്. മാത്രമല്ല അത് പറയുമ്പോൾ തന്നെ നിയമപരമായ നടപടിയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് സബ് കളക്ടർ പറയുന്നത്. കൂടുതൽ ചർച്ച ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം സബ് കളക്ടർ നമ്മളോട് സംസാരിച്ചത്. ഇതിപ്പോൾ കല്ലറ തുറക്കരുത് എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ഇവിടെ നിൽക്കുകയാണ്.